പ്രിയങ്ക ഗാന്ധി പറഞ്ഞു ഇപ്പോഴും പ്രതീക്ഷയുണ്ട് ധർണയിൽ സംസാരിച്ചുകൊണ്ട്. ആ പ്രതീക്ഷ ബ്രിട്ടാസും ഇടതുപക്ഷങ്ങളും പങ്കുവെക്കുന്നുണ്ടോ? പ്രതീക്ഷയാണല്ലോ നമ്മളെ മുമ്പോട്ട് നടത്തുന്ന ഒരു കാര്യം. സ്വാഭാവികമായിട്ടും ഇതൊരു നീണ്ട പോരാട്ടമാണ്. ഇന്ന് തുടങ്ങിയതല്ലല്ലോ, എത്രയോ കാലം മുമ്പ് തുടങ്ങിയതാണ്. അതായത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണ്? കേരളത്തിലെ ജനങ്ങൾ കേന്ദ്ര ഖജനാവിലേക്ക് നൽകുന്ന തുകയുടെ ഒരു ഭാഗം ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് തിരിച്ചു തരണമെന്നുള്ളതാണ്. 1 രൂപ കേന്ദ്ര ഖജനാവിലേക്ക് നൽകുമ്പോൾ തിരിച്ച് നമുക്ക് കിട്ടുന്ന 45 പൈസ മാത്രമാണ്. അതേസമയം BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങൾ 1 രൂപ നൽകുമ്പോൾ 3 രൂപയും 3.5 രൂപയാണ് തിരിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഇവരുടെ ഔദാര്യത്തിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ കൈനീട്ടുന്നത്. കേരളത്തിന് അർഹതപ്പെട്ട അവകാശപ്പെട്ട പണത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പം SDRFിൽ നിന്ന്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ ഫണ്ടിൽ നിന്ന്, അതൊന്നും കേന്ദ്രത്തിൻ്റെ ഔദാര്യമല്ല. ധനകാര്യ കമ്മീഷൻ, 15ാം ധനകാര്യ കമ്മീഷൻ ഓരോ സംസ്ഥാനവും കേന്ദ്രത്തിലേക്ക് നൽകുന്ന സംഭാവനയെ മുൻനിർത്തി ഉണ്ടാക്കിയിട്ടുള്ളതാണത്. അത് SDRFിൽ നിന്ന് പണമെടുത്ത് ചെലവഴിച്ചോ എന്ന് പറയാൻ വേണ്ടി പ്രത്യേകിച്ച് ഇവർക്കാരും ഒരു അവകാശം കൊടുത്തിട്ടില്ല. അത് കേരളത്തിൻ്റെ അവകാശമാണത്. അത് മനസ്സിലാക്കാനുള്ള ഒരു ആർജവം ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ഉണ്ടാകണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. കേരളത്തിലെ BJP നേതാക്കളോ അല്ലെങ്കിൽ കേരളത്തിലുള്ള മന്ത്രിമാരായാലും അവരുടെ പ്രതികരണം എന്ന് പറയുന്നത് ഈ ദുരന്ത നിവാരണം അത് സംസ്ഥാനത്തിൻ്റെയാണ് പ്രാഥമിക കടമ എന്നുള്ളതാണ്. അതിനർത്ഥം കേരളം ഒരു സ്വതന്ത്ര രാഷ്ട്രമാകണം എന്നുള്ളതാണോ? അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ഇന്നത്തെ നമ്മുടെ സംവിധാനത്തിൽ ഒരുപാട് ദൗത്യങ്ങളും ഉത്തരവാദിത്തങ്ങളും കേന്ദ്ര സർക്കാരിനാണ്. ഇപ്പോൾ വ്യോമസേന ആരുടെയാണ്? അല്ലെങ്കിൽ ഈ പറയുന്ന വിമാന കമ്പനികൾ ആരാണ് നിയന്ത്രിക്കുന്നത്? ഇതല്ല NDRF അല്ല. ഇതെന്തിനാണ് ഇപ്പോൾ ഇവരൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത്? അതായത് നമ്മൾ നൽകുന്ന നികുതി പണം എന്നാൽ നമ്മളങ്ങ് വെച്ചാൽ പോരെ. എന്നാൽ നമ്മളെന്തിനാ ഇൻകം ടാക്സിലേക്കും അല്ലെങ്കിൽ GSTയിലേക്കും സംഭാവന ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ അപ്പോൾ ആ ന്യായമൊന്നും യഥാർത്ഥത്തിൽ വില പോകുന്നതല്ല. അത് മാത്രമല്ല, അതൊക്കെ ഒരു തരത്തിൽ നിലനിൽക്കുന്ന ന്യായമല്ല. അത് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ ഇപ്പോൾ സ്റ്റാലിൻ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞപ്പോൾ തന്നെ 944 കോടി രൂപ അനുവദിച്ചു സൈക്ലോണിലെ. അപ്പോൾ അവർ പ്രതിപക്ഷ അംഗം തന്നെയാണ് ആ പാർട്ടി. പക്ഷെ അതുകൊണ്ട് കേരളത്തോട് ഇങ്ങനെ ഒരു വിവേചനം കാണിക്കുന്നത് എന്താ? ഒരു പ്രതിപക്ഷ വേർതിരിവല്ലല്ലോ അതപ്പോൾ. അതിൽ 2 വശങ്ങളുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഒന്ന്, തമിഴ്നാട്ടിലെ BJPക്ക് കേരളത്തിലെ BJPയുടെ സ്വഭാവമല്ല ഉള്ളത്. എന്താ വെച്ചാൽ കേരളത്തിലെ BJPയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ എന്ത് നല്ല കാര്യം നടന്നാലും അത് തകർക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ഉദ്ദേശം. രണ്ടാമത്തെ വേറൊരു വശമെന്ന് വെച്ചാൽ, തമിഴ്നാട്ടിലെ BJPക്ക് സ്വാഭാവികമായിട്ടും അവിടെ പിടിച്ചു നിൽക്കാനുള്ള ചില തുരുത്തുകളുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിൽ പണം കൊടുത്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാകുന്നൊരു തോന്നലുണ്ട്. കേരളത്തിൽ BJP പച്ച തൊടില്ല എന്നുള്ള തിരിച്ചറിവിലാണ് കേരളത്തോടുള്ള ഈ സമീപനം.